അല്ല, അത് ആ കണക്കിൽ അവർ പറയുന്നതിനകത്ത് പിശകുണ്ട്. അവ്യക്തമായ കണക്കാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന നീക്കിവെച്ചിരുന്ന കണക്കുകളെയൊന്നും കൂട്ടാതെയുള്ളൊരു കണക്കാണ് ആ പറയുന്നത്. നമുക്കൊരു കാര്യം അറിയാലോ, വിസിബിളായൊരു കാര്യമുണ്ടല്ലോ, എല്ലാവർക്കും അനുഭവമുള്ളൊരു കാര്യമുണ്ടല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് 2016 കഴിഞ്ഞ 10 വർഷം 2 LDF സർക്കാരിൻ്റെ കാലത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ കുതിപ്പാണ്. കിഫ്ബിയിലൂടെയും അല്ലാതെയും എല്ലാം ഉണ്ടായത് വലിയ കുതിപ്പാണ്. വികസനമെത്താത്ത ഒരു മണ്ഡലവുമില്ല, ഒരു സ്ഥലവുമില്ല. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വലിയ വികസനമാണ് അടിസ്ഥാന സൗകര്യത്തിലുണ്ടായത്. തീർച്ചയായും ഇപ്പോൾ മലയോര ഹൈവേ യാഥാർത്ഥ്യമായി. ദേശീയപാത വികസനം വലിയ വേഗതയിൽ പോകുന്നു. സംസ്ഥാന സർക്കാരാണ്, കേരളം മാത്രമാണ് അതിന് ഏറ്റവും അധികം പണം ചിലവഴിച്ചത്, വേറൊരു സ്റ്റേറ്റും ചിലവഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മുന്നേറ്റങ്ങളെല്ലാം ഉണ്ടായത് അടിസ്ഥാന സൗകര്യ മേഖലയിലാണ് എന്നുള്ളത് ജനം കണ്ടു നിൽക്കെ ആ ജനത്തോട് ഈ കളവ് പറയാൻ മുഖ്യമന്ത്രി വരരുത്. സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം കിഫ്ബിക്കെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം വരുന്നുണ്ട്. ഇന്ന് നടന്നിട്ടുള്ള വാർത്താ സമ്മേളനത്തിലും അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ട്. സർക്കാർ ഈ കിഫ്ബിയെ ഇത്തരത്തിൽ നശിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു, അല്ലെങ്കിൽ തകർക്കാനുള്ള നീക്കം നടത്തുന്നു തോന്നുന്നു. ആകാശ കുസുമെന്നാണ് കിഫ്ബിയെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ ശ്രീ വി ഡി സതീശൻ തന്നെ സഭയിൽ പറഞ്ഞു. അത് ആകാശ കുസുമല്ല, അത് യാഥാർത്ഥ്യവും അതോടൊപ്പം തന്നെ സുഗന്ധവുമുള്ള പുഷ്പമാണെന്ന് പിന്നെ മനസ്സിലായി. എല്ലാ മണ്ഡലങ്ങളിലും കിഫ്ബി ഉണ്ടാക്കിയെടുത്ത മാറ്റം ചെറുതല്ല. രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടെ അതിനെ സമീപിക്കരുത്, മുൻവിധിയോടെ സമീപിക്കരുത്. കിഫ്ബിയെ ഏറ്റവും പ്രൊഡക്റ്റീവായി മുമ്പോട്ട് പോകണം. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആ മോഡൽ, കിഫ്ബി നേരത്തെയുള്ളൊരു ഏജൻസിയാണ്, പക്ഷേ അതിനെ ഇത്തരത്തിൽ ഭാവനാപൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റും. ബഡ്ജറ്റിന് പുറത്തുള്ള ഒരു പണം വിഭവ സമാഹരണ മാർഗമായി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കേരളം തെളിയിച്ചതാണ്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കിഫ്ബിയുടെ ആ മോഡൽ പഠിച്ചുകൊണ്ടും പകർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കിഫ്ബിയെ അണ്ടർമൈൻ ചെയ്യരുത്, അതിൻ്റെ അസ്ഥിവാരം തുടരുത്. സംസ്ഥാനത്ത് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ കടമെടുത്ത തുകയുടെ ഒരു ശതമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ശതമാനം മാത്രമാണ് എന്നൊരു പരാമർശം അത് ഞാൻ പറഞ്ഞു. ഞാൻ അല്പം മുമ്പ് അതിനോട് പ്രതികരിച്ചിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നീക്കിവെച്ചിരിക്കുന്ന പണത്തിൻ്റെ കണക്ക് കൂടി കൂട്ടാതെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിസിബിളാണ്, എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാര്യമാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ ആ പറയുന്നതിനകത്ത് വേറെ കാര്യമില്ല. മുൻകാല സർക്കാരുകളുടെ കടം കൊടുത്തു തീർക്കാനാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു വരുമാനം നൽകേണ്ടി വരുന്നത് എന്നൊരു പരാമർശം കൂടി ഇന്ന് സഭയിലടക്കം മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. ധർമ്മപത്രത്തിൽ പറഞ്ഞതാണ്, അതായത് പെൻഷൻ കൊടുക്കുന്നതിന് മുൻകാലങ്ങളിലെ ലോണുകളിൽ പലിശയായിട്ട് 20% അടക്കേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞതാണ്. അത് ആവർത്തിച്ച് മുഖ്യമന്ത്രി സഭയിൽ പറയുന്നു. അപ്പോൾ ഫണ്ട് ചെലവാക്കുന്നതിൽ മുൻകാല സർക്കാരുകളെ പഴിചായി തഴുതപ്പം നോക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം ഉണ്ടോ? ചെയ്യാൻ പോകുന്ന വീഴ്ചകൾക്കുള്ള മുൻകൂർ ജാമ്യമാണത്. ഇപ്പം ചെയ്യാൻ പോകുന്ന കുറേ തെറ്റുകളുണ്ട്, ആ തെറ്റുകൾക്കുള്ള മുൻകൂർ ജാമ്യമാണ്. ഇപ്പോൾ ഇതെല്ലാം എന്താ പറയുന്നത്, ഇതിൻ്റെ ബേസിക് എന്താ? ഇത് ഇങ്ങനെയെല്ലാം കുഴപ്പമാണ്. ഇപ്പോൾ ഇത് മാറ്റണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഒരൊറ്റ വാക്ക്. ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ പറയേണ്ടിയിരുന്നൊരു വാക്കാണ്, ഒരു സ്ട്രക്ചറൽ റിഫോംസാണ് ഇത് പറയുന്നത്. ഘടനാപരമായ മാറ്റം. ആ ഘടനാപരമായ മാറ്റം ആണ് ഈ ധവളപത്രം വിഭാവനം ചെയ്യുന്നത്, ഒരു സ്ട്രക്ചറൽ റിഫോംസ്. ആ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണിത്, അതിനുള്ള റോഡ് മാപ്പാണ്. ആ ഘടനാപരമായ പരിഷ്കാരങ്ങൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ഘടനാപരമായ പരിഷ്കാരങ്ങളാണ്. കേന്ദ്ര സാമ്പത്തിക നയത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങളാണ്. 1991 നെഹ്റു തുടങ്ങിവെച്ച സാമ്പത്തിക നയത്തിനെ ചുവടുപിടിക്കുന്ന ഘടനാപരമായ പരിഷ്കാരങ്ങളാണ്. ആ ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മുൻപ് ശ്രീ AK ആൻ്റണി ശ്രമിച്ചിട്ടുണ്ട്. ശക്തമായ ചെറുത്തുനിൽപ്പ് ആ ഗവൺമെൻറ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അല്ല, അതിനകത്ത് കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ആസ് എ ഹോൾ അല്ല ഞങ്ങളതിനെ കാണുന്നത്. അവരുന്നയിച്ചിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ ഉന്നയിച്ചിരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് യോജിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ്. ആ മുദ്രാവാക്യങ്ങൾ പലതും അത് ഇന്ത്യയിലെ എല്ലാ സാമാന്യ ജനസമൂഹത്തിൻ്റെ ഒരു ഫീലിങ്സിൻ്റെ റിഫ്ലക്ഷനാണ്. പ്രത്യേകിച്ചും വളരെ ഫ്രസ്ട്രേറ്റഡായ ഇന്ത്യൻ യൂത്തിൻ്റെ മനസ്സിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണത്. അത് നമ്മളെല്ലാം തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. DYFI
ഇപ്പോൾ തൊഴിലില്ലായ്മയെക്കുറിച്ച് അത് വാചാലമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഞങ്ങൾ കുറേ കാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പേപ്പർ ലീക്ക്, അതോടൊപ്പം തന്നെ അതുമായോടനുബന്ധമായ സ്കാമുകൾ ഞങ്ങൾ എല്ലായ്പ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും ഡിവൈഎഫ്ഐ, ഞാൻ മറ്റാരെയും കോട്ട് ചെയ്യുന്നില്ല, ഡിവൈഎഫ്ഐ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം മുദ്രാവാക്യങ്ങൾ ഏത് ബാനറിൽ ആരുന്നയിച്ചാലും ആ മുദ്രാവാക്യങ്ങളോട് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുന്നു. ഇല്ല, ഞങ്ങളോട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരാരും നടത്തിയിട്ടില്ല. അല്ല, അത് ഞങ്ങളോട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ആരും നടത്തിയിട്ടില്ല. ഡിവൈഎഫ്ഐ ഈ കഴിഞ്ഞ ദിവസം, ഞാൻ ഇതിനോട് കൂട്ടിക്കലർത്തി പറയാത്തതാണത്, അല്ലാതെ തന്നെ പറയാനുണ്ട്. ഡിവൈഎഫ്ഐ സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. രാജ്യവ്യാപകമായി ഇത്തരം കാര്യങ്ങളിലെ വളരെ സമഗ്രമായ പ്രക്ഷോഭത്തെക്കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കോക്രോച്ച് പരാമർശത്തെ തുടർന്ന് രാജ്യത്തെമ്പാടും ആ പരാമർശത്തിൽ കലഹിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്തിരുന്നു. തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ തമിഴ്നാട്ടിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച കോക്രോച്ച് റാലി വളരെ ശ്രദ്ധേയമായ റാലിയായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടന്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. ഒന്നതാണ് അതിനോടുള്ള കലഹം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. രണ്ട്, താങ്കൾ പറഞ്ഞ പോലെ ഈ നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തുടർച്ചയായി ഇതിൻ്റെ പ്രക്ഷോഭം തീർക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. അത് ഞങ്ങൾ ഇനിയും ആവർത്തിക്കും. ഡിവൈഎഫ്ഐയും SFIയും അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനകളും സംയുക്തമായി ചേർന്ന് ഡൽഹിയിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഈ നീറ്റ് വിഷയത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ രാജ്യത്ത് നടക്കുകയാണ്. അന്ന് പറഞ്ഞു ചെന്നൈയിലൊക്കെ നടന്നു. ഒരു നാഷണൽ മൂവ്മെന്റിലേക്ക് എന്തുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് എത്താൻ പറ്റുന്നില്ല? പല പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ ഇന്ധന വില വർധനവ്, 8 രൂപ കൂടി. ഡിവൈഎഫ്ഐ കാണുന്നില്ലല്ലോ. അധ്യക്ഷൻ, ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അതാണ് പ്രശ്നം. നിങ്ങൾ അങ്ങനെ അതിനെ വെറുതെ ഡൈവേർട്ട് ചെയ്ത് കളയണ്ട. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലല്ലേ ഇരിക്കുന്നത്, ഡൽഹിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണേണ്ട കാര്യം, ഞാൻ തിരിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ പ്രശ്നം വരാതെ എന്താ, ഞങ്ങൾ നടത്തുന്ന സമരങ്ങൾക്ക് നേരെ നിങ്ങൾ ക്യാമറ പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നം. ഞാനതാ പറഞ്ഞത്. ഈ കോക്രോച്ച് പ്രശ്നത്തിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ആഹ്വാനം ചെയ്തു. ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധം വളരെ വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ സമീപ ദിവസങ്ങളിലും ഈ കഴിഞ്ഞ നാളുകളിലും, അതായത് ഈ തൊഴിലില്ലായ്മ, പേപ്പർ ലീക്ക്, ഇന്ധനവില വർധനവ്, ഈ 3 പ്രശ്നങ്ങളും എസ്കലേറ്റ് ചെയ്ത് ഓരോ ഘട്ടങ്ങളിലായി വന്നപ്പോഴൊക്കെയും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ വളരെ വലുതാണ്. വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് വന്നു. ആ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടത്തിയ അത്തരം പ്രക്ഷോഭങ്ങൾ, ചെറുതും വലുതുമായ പ്രക്ഷോഭങ്ങൾ, ക്യാമ്പയിനുകൾ, നിങ്ങളതിലേക്ക് ക്യാമറ പിടിക്കാത്തത് കൂടിയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എന്നതിൻ്റെ അർത്ഥം ഞങ്ങളത് ഉന്നയിക്കുന്നില്ല എന്നല്ല. അത് ശക്തമായിട്ട് ഉന്നയിക്കുകയും ആ പ്രശ്നങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 29, 30 തീയതികളിൽ ഡൽഹിയിൽ ചേർന്ന ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇത് സംബന്ധിച്ച് വളരെ വിശദമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കാൻ പ്രത്യേകം തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ചില മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ഞങ്ങൾ ചില ഇത് വരുത്താനുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണുന്നു.